മാതൃഭൂമിയുടെ ഒരു അന്താരാഷ്ട്ര അക്ഷരോത്സവമാണ് കാ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്താറുണ്ട്. ഇത്തവണയും നടത്താൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി തന്നെ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പരസ്യത്തിന്റെ മുകളിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. അതായത് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൽ സംസാരിക്കാൻ വേണ്ടി വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ഷണിക്കപ്പെട്ടവരുടെ ഫോട്ടോയും വാർത്തയുമാണ് ആ ഒരു പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. ആ ഫോട്ടോയിൽ ഒരു സ്ത്രീ പോലും ഇല്ല, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ പോലും മാതൃഭൂമി ക്ഷണിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അത്തരത്തിലൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണ്ടേ എന്ന തരത്തിൽ ചോദിച്ചുകൊണ്ടാണ് പല ന്യൂസ് പോർട്ടലുകളും ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് പരിശോധിക്കാം. അതിനൊരു ഹെഡിങ് ഇങ്ങനെയാണ്: മാതൃഭൂമി അന്താരാഷ്ട്ര പുരുഷോത്സവം, കാ ഫെസ്റ്റിവലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം എന്നാണ് പറയുന്നത്. മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര പുരുഷോത്സവം എന്നാണ് എഴുതിയിരിക്കുന്നത് തലക്കെട്ട്. അത് തന്നെ ആ ഒരു ന്യൂസിലുടനീളം മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവമായ കാ ഫെസ്റ്റിവലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയർന്നു എന്ന് തന്നെയാണ് ഈ ഒരു വാർത്തയിലും പറയുന്നത്. ഫെസ്റ്റിവലിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി തയ്യാറാക്കിയ പാനൽ ലിസ്റ്റിൽ പുരുഷന്മാരെ മാത്രം ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നതെന്നാണ് ഈ വാർത്ത പറയുന്നത്. അതായത് മാതൃഭൂമി നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ, അതിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് ഈ ഒരു ഓൺലൈൻ പോർട്ടലിൽ തന്നെ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഈ പാനൽ ചർച്ചയ്ക്ക് എത്തുന്നവരുടെ പേരുകൾ പരിശോധിക്കാം. മലയാളത്തിലെ എഴുത്തുകാരനായ എം മുകുന്ദൻ, സച്ചിദാനന്ദൻ, സക്കറിയ, ടി പത്മനാഭൻ തുടങ്ങിയവരാണ് എഴുത്തുകാരായി വരുന്നത്. രാഷ്ട്രീയ മേഖലയിൽ നിന്നാണെങ്കിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ജി സുധാകരനും എത്തുന്നുണ്ട്. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് നിന്ന് എസ് സോമനാഥനും, സിനിമാ രംഗത്ത് നിന്ന് ജൂൺ ആന്റണിയും, കായികതാരമായ എസ് ശ്രീശാന്തുമാണ് ഈ ഒരു പാനൽ ചർച്ചയ്ക്ക് എത്തുന്നത്. സംഗീത മേഖലയിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയും മാധ്യമപ്രവർത്തകനായ അരുൺ ഷൂരിയും അടങ്ങുന്ന ഒരു ഫെസ്റ്റിവലിന്റെ പാനൽ ലിസ്റ്റാണ് മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ ഈ മേഖലയിൽ നിന്നും സമർത്ഥരായ, ഇല്ലെങ്കിൽ കഴിതെളിയിച്ച മലയാളികളായിട്ടുള്ള മറ്റ് വനിതകൾ ഇല്ലേ എന്ന ചോദ്യം തന്നെയാണ് എല്ലാ ഓൺലൈൻ പോർട്ടലുകളും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളി ആണുങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാനൽ കയറി ഞെളിഞ്ഞിരിക്കാൻ നാണമുണ്ടോ എന്നും സ്ത്രീകൾക്കും ക്യുവർ മനുഷ്യർക്കും പ്രാതിനിധ്യമില്ലാത്ത പാനലിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പറയാനുള്ള ആർജവും രാഷ്ട്രീയ ബോധവും എന്നാണ് ഇവർക്കെല്ലാം ഉണ്ടാവുക എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം. എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ഒരുപോലെ എന്തുകൊണ്ടാണ് മാതൃഭൂമിക്ക് പരിഗണിക്കാൻ പറ്റാതെ പോകുന്നത് എന്നാണ് ആ ഒരു പരസ്യത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എല്ലാവരും ചോദിക്കുന്നത്. ഒരു പക്ഷേ മറ്റ് പാനൽ ചർച്ചകൾ, ഇല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര പാനൽ ചർച്ചകളിലും മിക്കവാറും സ്ത്രീകളൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ ഒരു പരസ്യത്തിൽ സ്ത്രീ മുഖങ്ങളൊന്നും കാണാതെ പോകുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നൊരു വിമർശനം. മറ്റൊരു വിമർശനം, ഈ സ്ഥാപനത്തിന്റെ പേര് മാതൃഭൂമി എന്നായതുകൊണ്ട് അതിലൊരു മാതൃ ഇല്ലേ, അതുകൊണ്ട് അത് മതി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. മാത്രമല്ല, സ്ത്രീ സമത്വം എന്ന മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടായിരിക്കും ഈ കുലപുരുഷന്മാർ സംസാരിച്ചു തുടങ്ങുന്നതെന്നും അത് മാതൃഭൂമി ഫെസ്റ്റിവലിന്റെ സംഘാടകർ ഉറപ്പുവരുത്തണമെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പുരുഷന്മാരെ മാത്രമാണോ നിങ്ങൾ അണിനിരത്തുന്നത് എന്ന ചോദ്യമാണ് മറ്റൊരു വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പത്രത്തിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്: +2 മുതൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്ന് പഠിക്കണമെന്ന് എഡിറ്റോറിയൽ എഴുതി ഘോരഘോരം പ്രസംഗിച്ച മാതൃഭൂമിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ മാതൃഭൂമി ലിംഗസമത്വത്തെ പറ്റിയിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും എഡിറ്റോറിയൽ എഴുതുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ എത്താതിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും മറ്റു വിമർശനം ചോദിക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ ഫെബ്രുവരി 8 മുതൽ 11 വരെയാണ് ഈ മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. ഇത്തരത്തിൽ മാതൃഭൂമി കൊടുത്തൊരു പരസ്യം, ആ പരസ്യത്തിലെ പ്രമുഖ മേഖലയിൽ നിന്ന് എത്തുന്ന ചർച്ചയ്ക്കെത്തുന്ന പാനൽ ചർച്ചയ്ക്ക് എത്തുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഒരു സ്ത്രീ പോലും ഇല്ലാതെ പോകുന്നത് വളരെയധികം മോശമായി പോയി എന്ന വിലയിരുത്തലാണ് പല ഓൺലൈൻ സൈറ്റുകളെ വാർത്തകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലും മാതൃഭൂമിയുടെ ഈ ഒരു ഫെസ്റ്റിവലിൽ ഇത്തരത്തിലൊരു പരസ്യത്തിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാനലിൽ തന്നെ മറ്റു വിദേശത്തു നിന്നുള്ള വനിതകളൊക്കെ തന്നെ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പത്രത്തിന്റെ പരസ്യത്തിൽ ഒരു സ്ത്രീ മുഖം പോലും ഉൾപ്പെടുത്താഞ്ഞത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്ന ചോദ്യമൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത്. പല ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പോൾ അത് വാർത്തയായി രംഗത്ത് വരുന്നുണ്ട്. ആ വിഷയം സമൂഹത്തിൽ ചർച്ചയായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.